ഏങ്ങുന്നിതാ. കുളിക്കാറായോ? ഒരു 5 മിനിറ്റ്. എന്താ ചോദിച്ചത്? ഒന്നുമില്ല, വെറുതെ. പറയുന്നതൊന്ന് കേൾക്ക്. എടുത്ത് ചാടി ഒന്നും ചെയ്യണ്ട. ഹരിപ്രസാദ് എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് നീ ആലോചിച്ചോ? എങ്കിൽ ഞാൻ പറയുന്നില്ല. മെഡിക്കൽ റിപ്പോർട്ട് ഹരിയെ കാണിക്കും. അഞ്ച് മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് എന്താ കുളിക്കാൻ കയറാത്തത്? മുറിപ്പ് നോക്ക്. ആരും കാണുന്നില്ലല്ലോ. വാ, മോളുണ്ടാവും. എന്താ? രാവിലെ ഇറങ്ങാൻ നോക്കിയപ്പോ കാർ സ്റ്റാർട്ടാവുന്നില്ല. കഷ്ടകാലം, അല്ലാതെന്താ?
ഹരിപ്രസാദ് എവിടെ? മോളിലുണ്ട്. മോള് തീരുമാനം മാറ്റി ജലജെ. കണ്ടില്ലേ കൂളായിട്ട് നിൽക്കുന്നത്? രാത്രി നിന്നെ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടി വിളിച്ച നമ്പറാ. അല്ലച്ചാ, ഞാൻ സീരിയസ് ആയിട്ട് തന്നെയാ പറഞ്ഞത്. നീ നീ ഹരിയോട് സംസാരിച്ചോ? ഇല്ല, സംസാരിച്ച സമയം കളയുന്നത് എന്തിനാ? എനിക്കിപ്പോഴാ സമാധാനായത്. എന്തിന്? മെഡിക്കൽ റിപ്പോർട്ട് ഹരി കാണത്തക്ക രീതിയിൽ എടുത്തു വെച്ചിട്ടുണ്ട്. പ്രിയേ, ഹരിപ്രസാദ് എവിടെ? കുളിക്കാൻ കയറിയിട്ടുണ്ട്. എന്തായാലും ആ പേപ്പേഴ്സ് തീർച്ചയായും കണ്ടിട്ടുണ്ടാവും. അങ്ങനെയാ ഞാൻ എടുത്തു വെച്ചത്. ദൈവമേ, നിങ്ങൾ ഈ സമയത്ത് വന്നത് എന്തായാലും നന്നായി. കാര്യങ്ങൾ ഒരുമിച്ച് സംസാരിക്കാമല്ലോ. എന്ത് അവിവേക നീ കാണിച്ചത്? അതിന്റെ ഭവിഷ്യത്ത് എന്തായിരിക്കും നീ ആലോചിച്ചിട്ടുണ്ടോ? അമ്മയോട് ഞാൻ ഇന്നലെ എല്ലാം പറഞ്ഞതാ. എനിക്കിങ്ങനെ ശ്വാസം മുട്ടി കഴിയാൻ വയ്യ. ഒരു കുഞ്ഞു വേണമെന്നുള്ള ആഗ്രഹം ഇന്നലെ ഹരിയും പറഞ്ഞു. അതിന് കഴിയാത്ത ഞാൻ ഇനി എന്ത് മറുപടിയാണ് കൊടുക്കേണ്ടത്? അറിയട്ടെ, എല്ലാം അറിയട്ടെ. എന്റെ ശരീരം വിറയ്ക്കുന്നു രവി. എന്താ രവി ഒന്നും മിണ്ടാത്തത്? താൻ വിഷമിക്കണ്ട. വാ, ഹരി ബാത്റൂം നിറഞ്ഞതിന് മുമ്പ് നമുക്ക് ആ സർട്ടിഫിക്കറ്റ്സ് എടുത്ത് മാറ്റി വെക്കാം. വാ ജലജ, വരാ. ആഹാ, രാവിലെ സർപ്രൈസ് വിസിറ്റ് ആണല്ലോ. ചായ ഇടുന്നില്ലേ? ഇരിക്കാൻഡി, അങ്ങളിരിക്കും. ഞാന് മുറ്റത്ത് തുളസിയില നിൽപ്പുണ്ടോ നോക്കട്ടെ. തൊണ്ടയ്ക്കൊരു വല്ലായ്മ. 4 തുളസിയില ചവച്ച ശരിയാവും. ഹരി, എന്താ? ആ പേപ്പേഴ്സ് കണ്ടില്ലേ? ഇന്നത്തെ പേപ്പർ ഞാൻ വായിച്ചിട്ട് അവിടെ വെച്ചല്ലോ. ദാ അവിടെ ഇരിപ്പുണ്ടല്ലോ, കണ്ടില്ലേ? റിപ്പോർട്ട് കാണുന്നില്ലല്ലോ. ഞാൻ ഇവിടെ വെച്ചത്. സതിയാൻഡി, സതിയാൻഡി, അല്ല, ഇതാരൊക്കെയാ? കാക്ക വിരുന്ന് വിളിച്ചപ്പോ എനിക്ക് തോന്നി നിങ്ങളായിരിക്കും വരുന്നതെന്ന്. ആന്റി, ഞങ്ങളുടെ റൂമിൽ വെച്ചിരുന്ന കുറെ പേപ്പറുകൾ കണ്ടോ? പേപ്പർ? ആ, എന്തോ പഴയ രസീതോ മറ്റോ അല്ലേ? കണ്ടു. എന്നിട്ട് എവിടെ? ചപ്പ് ചവറിന്റെ കൂട്ടത്തിലെടുത്തിട്ട് മുറി അടിച്ചു വരാൻ ചെന്നപ്പോഴാ കണ്ടത്. കട്ടിലിന്റെ താഴെ കിടക്കുന്നു. ആവശ്യമുള്ള പേപ്പർ ആയിരുന്നോ? അതെവിടെയെന്ന് പറ. എല്ലാം കൂടി ഞാൻ തീയിലിട്ടു മോളെ. ഇപ്പൊ ചാമ്പലായി കാണും. അയ്യോ, വേണ്ട കടലാസായിരുന്നോ? അല്ല സതിയമ്മേ, കളയാൻ വെച്ചിരുന്നതാ. ആ, പഴയ പേപ്പറൊക്കെ ഇരുന്നാലേ പൊടി അടിച്ചു കയറും. തുമ്മാൻ അത് മതി. പിന്നെ എന്റെ മേലപ്പടി പൊടിയാ. ഞാൻ ഒന്നുകൂടി മേല് കഴുകിട്ട് വരാം. ഇങ്ങോട്ട് നോക്ക്. ആ റിപ്പോർട്ട് ഹരിപ്രസാദ് കാണരുതെന്ന ദൈവനിശ്ചയം. ഇപ്പൊ പലതവണ നീ കാണിക്കാൻ ശ്രമിച്ചിട്ടും ഹരിയുടെ കണ്ണിപ്പെട്ടില്ല. പ്രിയേ, ഇതിവിടം കൊണ്ട് നിർത്തിക്കോണം. നീയായിട്ടൊന്നും വെളിപ്പെടുത്താൻ ഇനി ശ്രമിക്കരുത്. വെറുതെ തീ തീറ്റിക്കല്ലേ ഞങ്ങളെ.
പണ്ടൊക്കെ അഡോപ്ഷന് ഇത്രയും വ്യവസ്ഥകളില്ലായിരുന്നു. ഇഷ്ടമുള്ള കുട്ടിയെ എവിടെ നിന്ന് വേണമെങ്കിലും ദത്തെടുത്ത് വളർത്താമായിരുന്നു. പല അഡോപ്ഷൻ കേസുകളിലും പിന്നീട് പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴാണ് ഗൗരവമുള്ള ഒരു സമീപനമുണ്ടായത്. ദീർഘവീക്ഷണമില്ലാതെ ദത്തെടുക്കപ്പെട്ട ചില കുട്ടികളുടെയെങ്കിലും ഭാവി പ്രശ്നത്തിലായിട്ടുണ്ടാവാം. ഒരു കേസ് എനിക്ക് നേരിട്ടറിയാം. കല്യാണം കഴിഞ്ഞ് 7 വർഷമായിട്ടും കുട്ടികളുണ്ടാവാത്ത ഭാര്യയും ഭർത്താവും. അവർ ഒരുമിച്ച് തീരുമാനിച്ച് ഒരു കുഞ്ഞിനെടുത്ത് വളർത്തി. 1 വർഷം കഴിഞ്ഞപ്പോ ആ ഭാര്യ പ്രഗ്നന്റായി. ഒരാൺകുഞ്ഞിനെ പ്രസവിച്ചു. അതോടെ അവർക്ക് ദത്തെടുത്ത കുട്ടിയെ വേണ്ടാതായി. പിന്നെന്ത് ചെയ്തു? അത് കേസായി. എന്തായി തീർന്നൂന്ന് എനിക്കറിയില്ല. ആ കുട്ടിയുടെ കാര്യം കഷ്ടായി കാണും. അതിനറിയില്ലല്ലോ മുതിർന്നവരുടെ മനസ്സിൽ എന്താന്ന്. ഇത്തരം ചില ഇഷ്യൂസ് പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെയാണ് അഡോപ്ഷൻ ആക്ട് ശക്തമാക്കിയത്. ദത്തെടുക്കുന്ന കുട്ടിയുടെ ഭാവി സേഫ് ആയിരിക്കണം. അതിനാണ് മുൻതൂക്കം. ഒരു കുഞ്ഞിനെ വളർത്താനുള്ള ആഗ്രഹം കൊണ്ടല്ലേ ദത്തെടുക്കുന്നത്. അപ്പൊ അതിന്റെ ഭാവി സുരക്ഷിതമാക്കാനുള്ള വഴികളും തീർച്ചയായും കണ്ടിട്ടുണ്ടാവും. പക്ഷെ മനുഷ്യന്റെ സ്വഭാവമല്ലേ നന്ദനെ, എപ്പോഴാ മാറ്റം വരുന്നതെന്ന് പറയാൻ പറ്റുമോ? സ്വന്തം മക്കളെ തീപ്പൊള്ളലേൽപ്പിക്കുന്ന മാതാപിതാക്കളെ കുറിച്ചുള്ള വാർത്തയാ കേൾക്കുന്നത്. പിന്നെയാണോ ദത്തെടുക്കുന്ന കുട്ടികളുടെ കാര്യം? ദമ്പതികൾ ഒരുമിച്ചെടുക്കുന്ന തീരുമാനമാണോ, അതോ വെറും വാശിയുടെ പേരിലുള്ള എടുത്തിയാട്ടമാണോ? സർവോപരി കുട്ടിയെ വളർത്താനും പഠിപ്പിക്കാനുമുള്ള ബാക്ക്ഗ്രൗണ്ട് ഉണ്ടോ? ഐ മീൻ എക്കണോമിക് ബാക്ക്ഗ്രൗണ്ട്. ഇത്രയും കാര്യങ്ങൾക്ക് വ്യക്തത വേണം. ഞങ്ങളുടെ കേസിലെല്ലാം വ്യക്തമാ. ഞങ്ങൾക്കൊരു കുട്ടിയെ വളർത്താനുള്ള സാഹചര്യങ്ങൾ ആർക്കാണ് ബോധ്യപ്പെടാത്തത്? പിന്നെ വിദ്യാഭ്യാസം. നാട്ടിലോ വിദേശത്തോ ഉള്ള ഏത് കോഴ്സിന് വേണമെങ്കിലും പോയി പഠിച്ചോട്ടെ. അത് പറ്റില്ല. വളർത്താനുള്ള ആഗ്രഹം കൊണ്ടാണ് ദത്തെടുക്കുന്നത്. അതിന് നാടിനു വെളിയിൽ വിടാനൊന്നും ഞാൻ സമ്മതിക്കില്ല. ഇന്ന് പഠിക്കാൻ അയക്കുന്ന കാര്യമല്ല നന്ദനെ. ഉദയേട്ടൻ കോമണായി പറഞ്ഞതാ. അങ്ങനെ ഒരു ആലോചനയെ വേണ്ടെന്ന് ഞാനും പറഞ്ഞേ ഉള്ളൂ. ഓ, സമ്മതിച്ചു. ദത്തെടുക്കാനുള്ള തീരുമാനമാണെങ്കിൽ ഞങ്ങൾ ഒരുമിച്ചെടുത്തതാ. അതിനെന്താ തെളിവ് കൊടുക്കേണ്ടത്? എല്ലാത്തിനും കൃത്യമായ പ്രൊസീജിയേഴ്സ് ഉണ്ട് നന്ദന. എവിടുന്നാണ് അഡോപ്റ്റ് ചെയ്യേണ്ടതെന്ന് കൂടി തീരുമാനിക്കണ്ടേ? അമ്മത്തൊട്ടിൽ പോലുള്ള സംവിധാനമുണ്ട്. ഓർഫനേജുകൾ, ചൈൽഡ് കെയർ ഹോമുകൾ, പല പ്രായത്തിലുള്ള കുട്ടികൾ അവിടെയെല്ലാം ഉണ്ട്. പോയി കണ്ടിട്ട് നമുക്ക് ഇഷ്ടപ്പെടുന്ന കുട്ടിയെ സ്വീകരിക്കാം. അനാഥ മന്ദിരത്തിലെ കുട്ടികളുടെ അച്ഛനമ്മമാരാരെന്ന് അറിയാൻ പറ്റുമോ? ചില കേസുകളിൽ അറിയാം. വളർത്താൻ നിവൃത്തിയില്ലാതെ ഓർഫനേജിൽ കുട്ടിയെ ഏൽപ്പിക്കുന്നവരുമുണ്ട്. പേരൻസ് മരിച്ചുപോയ കുട്ടികളുമുണ്ട്. ബന്ധുക്കളും ബാധ്യതകളും ഇല്ലാത്ത കുട്ടി മതി. നമ്മൾ സ്നേഹിച്ച് വളർത്തിയിട്ട് പിന്നെ അവകാശ തർക്കവും കേസും പ്രശ്നങ്ങളും ഓർക്കാനും കൂടി വയ്യ. അമ്മത്തൊട്ടിൽ ഉപേക്ഷിച്ചു പോകുന്ന കുഞ്ഞുങ്ങളാവുമ്പോ തീരെ ചെറിയ കുട്ടികളായിരിക്കും. നന്ദനയ്ക്ക് അതാണ് താല്പര്യമെന്ന് തോന്നുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം. പക്ഷേ അമ്മത്തൊട്ടിൽ എപ്പോഴാണ് കുട്ടികൾ എത്തുന്നത് പറയാൻ പറ്റില്ല. ചിലപ്പോൾ മാസങ്ങളുടെ ഗ്യാപ്പിലാവും ഒരു കുഞ്ഞിനെ ആരെങ്കിലും ഉപേക്ഷിച്ചിട്ട് പോവുക. സർക്കാരിന്റെ മേൽനോട്ടത്തിലുള്ളതല്ലേ അമ്മത്തൊട്ടിൽ? അതെ. എവിടെ നിന്ന് ദത്തെടുത്താലും സർക്കാരിന്റെ മാനദണ്ഡങ്ങൾ പാലിക്കണം. അതിനെന്താ തടസ്സം? ഞങ്ങൾ റെഡിയാണ്. നിങ്ങളുടെ പ്രോപ്പർട്ടീസിന്റെ അസൽ പകർപ്പ് കാണിക്കണം. അത് മാത്രം പോരാ, കുട്ടിയുടെ പേര് നിങ്ങളുടെ സ്വത്തിന്റെ എത്ര പങ്ക് കൊടുക്കുമെന്നും കാണിക്കണം. രേഖാമൂലം അത് സമർപ്പിക്കുകയും വേണം. അതിനൊന്നും ഒരു തടസ്സവുമില്ല. സ്വത്തിന്റെ എത്ര പെർസെന്റേജ് വേണമെങ്കിൽ എഴുതി കൊടുക്കാം. എങ്കിൽ ഇമ്മീഡിയറ്റ് ആയി ഒരു കുട്ടിയെ കണ്ടെത്താൻ നോക്കാം. എന്തിനാ വൈകിക്കുന്നത് അല്ലേ നന്ദനെ? കുന്നത്തൂരി അരുമക്കുഞ്ഞായി വളരാൻ എവിടെയോ ഒരു മോനോ മോളോ ജനിച്ചിട്ടുണ്ട്. ഒരു കാര്യം എനിക്ക് പ്രസ്താവിക്കാനുണ്ട്. ഇതോടെ ഉദയന്റെ മറവിയും ദേഷ്യവും എല്ലാം അവസാനിക്കുകയും അല്ലേ? അതിന് അത്ര വലിയ പുള്ളിയാണോ ഡോക്ടർ സന്ധ്യ? ആണോന്ന്.
പേര് കേട്ട ഗൈനക്കോളജിസ്റ്റാ പ്രതിഭേ. ഇഷ്ടംപോലെ ആളുകൾ കാണാൻ വരുന്നുണ്ട്. സന്ധ്യ ഡോക്ടർ ഒന്ന് നോക്കിയാല് ഒരുമാതിരിപ്പെട്ട പെണ്ണുങ്ങൾക്ക് ഗർഭം ഉണ്ടാവുമെന്ന വിശ്വാസം. അതൊരു വല്ലാത്ത നോട്ടമാണല്ലോ. ഞാൻ ചോദിക്കണേ അതല്ല, ഡോക്ടർക്ക് അവരുടെ കാര്യം നോക്കിയാ പോരെ. ആശുപത്രി ചെല്ലുന്നവർക്ക് ഗർഭം ഉണ്ടാക്കി കൊടുക്കുകയോ ഉള്ള ഗർഭം ഇല്ലാതാക്കി കൊടുക്കുകയോ എന്ത് വേണേലും ചെയ്തോട്ടെ. ദത്തെടുപ്പിന്റെ ഏജന്റായി പ്രവർത്തിക്കണോ? അതിന് ചൂട്ടുപിടിക്കാൻ ഒരു തടിയൻ ഭർത്താവ് കൂടെ. ഈ സർക്കിൾ ഇൻസ്പെക്ടർമാർക്ക് നാട്ടിൽ വേറെ പണിയൊന്നുമില്ലേ? അല്ല, എന്നിട്ട് അവരെന്ത് തീരുമാനത്തിലെത്തി? ക്ലാസ് ആയിരുന്നു. അഡോപ്ഷന്റെ നിയമങ്ങൾ, വ്യവസ്ഥ എല്ലാ സർക്കിളും ഡോക്ടറും കൂടി വിവരിച്ചു. സാറും മാഡവും നോട്ട്സ് എഴുതിയെടുത്തു. സംശയങ്ങൾ ചോദിച്ച് ക്ലിയർ ചെയ്തു. ചുരുക്കത്തിൽ അഡോപ്ഷൻ നടക്കുവോ? അതിനുള്ള ശ്രമങ്ങൾ ശക്തമായി നടത്തുന്നുണ്ട്. എങ്ങനെയെങ്കിലും ദത്തെടുക്കലിന്റെ പ്ലാൻ തടയണം പ്രതിഭേ. അവർക്ക് സ്വന്തമായ ഒരു കുഞ്ഞുണ്ടായാൽ ഞാൻ സഹിക്കില്ല. അപ്പോഴാ വേറെ കൊച്ചിനെ ദത്തെടുക്കാൻ വേണ്ടി ഒരു ആലോചന. കുന്നത്തൂരെ സ്വത്ത് വല്ല പിള്ളേരും കൊണ്ടുപോകുക കാർത്തികേ. ചങ്കിക്കൊള്ളുന്ന വർത്താനം പറയാതെ പ്രതിഭേ. അതോർത്തിട്ട് എനിക്ക് തല പെരുക്കുക. അല്ലെങ്കിലും മൊത്തം സ്വത്തുക്കളെ കുറിച്ച് നന്ദനിക്ക് ഉദയേട്ടനും എന്തോ ആലോചനയുണ്ട് കാർത്തികേ. ഞങ്ങൾ ഈയിടെ ഒരു ചർച്ചയ്ക്ക് വന്നിരുന്നു. ആര്? എപ്പോ? ഞാനും രഘുവേട്ടനും വലിയേട്ടനും കൂടി. എന്ന് വന്നു? എന്നിട്ട് ഞാൻ അറിഞ്ഞില്ലല്ലോ. അത് പ്രതിഭയൊന്നും പറഞ്ഞതുമില്ല. അന്നേരം കാർത്തിക സ്ഥലത്തില്ലായിരുന്നു. പിന്നായാലും ഒന്ന് വിളിച്ച് വിവരം അറിയിക്കാലോ. അപ്പൊ പ്രതിഭയെ ആള് മോശമല്ല. അതുകൊണ്ടല്ല, ആ ചർച്ചയും സക്സസ് ആയിരുന്നില്ല. പിന്നെന്താ അറിയിക്കാഞ്ഞേ? കൊള്ളാം കൊള്ളാം, ഇത്രേ ഉള്ളൂ. അലസിപ്പോയ ചർച്ചയുടെ കാര്യം എന്തറിയിക്കാനാ? അത്രേ ഞാൻ വിചാരിച്ചുള്ളൂ. ഉദയന്നൂരെ സ്വത്ത് ഭാഗം വെപ്പിനെ കുറിച്ചാ സംസാരിച്ചത്. മുത്തശ്ശിയുടെയും കുഞ്ഞമ്മയുടെയും വിൽപത്രം നന്ദനയുടെ പേരിലാണല്ലോ. ഇപ്പൊ അവള് പറയുന്ന എന്താന്നോ, വിദ്യേട്ടത്തിയുടെ അഭിപ്രായം പോലെ ചെയ്യാംന്ന്. അതടവാ, നമ്പർ 1 അടവ്. കോടിക്കണക്കിന് വരുന്ന ആ സ്വത്ത് ഉദയേട്ടന്റെ പേരിലുള്ള ഇവിടുത്തെ സ്വത്ത്. ഒന്ന് ആലോചിച്ചു നോക്കിയേ, അത് നമുക്ക് തന്നാ പുളിക്കോ? പുളിക്കും, നന്ദനയ്ക്ക് പുളിക്കും. അതുകൊണ്ടാണല്ലോ പുളി തിന്നാനുള്ള യോഗമില്ലാതെ അവള് വേറെ കൊച്ചിനെ അന്വേഷിക്കുന്നത്. ഒരു കാരണവശാലും കുടുംബസ്വത്തിന്റെ പങ്ക് നമുക്ക് കിട്ടരുത്, അതാ അവളുടെ വിചാരം. ഉദയേട്ടനും അതിന് സൈഡാണ്. അത് പിന്നെ അങ്ങനല്ലേ വരൂ. നായയുടെ പിറകില് അതിന്റെ വാലെന്ന് പറഞ്ഞ പോലെയാ കാര്യങ്ങളും. നന്ദനയുടെ തീരുമാനത്തിന്റെ പിറകെയാ എപ്പോഴും ഉദയേട്ടന്റെ തീരുമാനങ്ങളും. വലിയ ഗാംഭീര്യത്തില് വർത്തമാനം പറയും. ചില കൊമ്പനാനകളെ പോലെയാ, നല്ല തലയെടുപ്പായിരിക്കും. കൊമ്പും തുമ്പിക്കൈയും ഒക്കെ ലക്ഷണമൊത്തതാ. പക്ഷേ അവിടെ നിക്കാനേന്ന് പാപ്പാൻ പറഞ്ഞ അവിടെ നിൽക്കും. ഇനി ഇരിക്കാനേന്ന് പറഞ്ഞ അവിടെ ഇരിക്കും. നന്ദനയുടെ കയ്യില് തോട്ടിയും വടിയൊന്നും ഇല്ലാന്നേ ഉള്ളൂ. അല്ല, കാർത്തിക ഇപ്പൊ എന്ത് ചെയ്യാനാ ഉദ്ദേശിക്കുന്നത്? കുന്നത്തൂരെ സ്വത്ത് വല്ലവർക്കും ജനിച്ച കൊച്ചുങ്ങൾ അനുഭവിക്കരുത്. അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും. ദത്തെടുക്കാനുള്ള നടപടിയുമായി അവര് മുന്നോട്ട് പോകാൻ തന്നെയാ പദ്ധതിയെങ്കിൽ ആ പദ്ധതി പൊളിക്കണം. അതിന് എന്ത് വേണോന്ന് ആലോചിക്കാനാ ഞാൻ പ്രതിഭയോട് വരാൻ പറഞ്ഞത്. ഒരു നല്ല കാര്യത്തിനല്ലേ? ഞാൻ കൂടെ നിൽക്കാൻ കാർത്തികേ. നന്ദനയുടെ നീക്കങ്ങൾ ആരംഭിക്കാതെ നമുക്ക് തടയാൻ പറ്റില്ലല്ലോ. എന്താ പരിപാടിന്ന് ആദ്യം അറിയാം, എന്നിട്ട് നമ്മുടെ പ്ലാൻ ആലോചിക്കാം. അതുപോട്ടെ, ഡോക്ടർ സന്ധ്യ വന്നിട്ട് കാർത്തികെ കണ്ടോ? ശോഭ എന്ന കള്ളപ്പേരും പറഞ്ഞ് അവരുടെ മുമ്പിൽ പോയതല്ലേ? പിടികൂടിയോ? അതിന് ഞാൻ പിടി കൊടുത്തിട്ട് വേണ്ടേ? ആ ഏരിയയിലേക്ക് പോയില്ല, മാറി നിന്നു. മുഴുത്ത 2 കണ്ണാ ഡോക്ടർക്ക്. ചുറ്റുവട്ടത്തുള്ളവരെ എല്ലാം കണ്ടുപിടിക്കും, പക്ഷെ എന്നെ കിട്ടത്തില്ല. കാർത്തിക 2 കണ്ണും 2 കാതും തുറന്നിരിക്കണം എപ്പോഴും. ഒരു സുപ്രഭാതത്തിൽ ഏതെങ്കിലും ഒരു കൊച്ചിനെയും കൊണ്ട് നന്ദനെ ഉദയേട്ടന് കയറി വന്നാലോ? പ്രതിഭേ, അറം പറ്റുന്ന വാക്കുകളൊന്നും പറയല്ലേ. ഇനി അങ്ങനെ സംഭവിച്ചാ ഞാൻ എന്തെങ്കിലും കടുങ്കൈ ചെയ്തു പോവും. ജയിലിൽ പോയാലും വേണ്ടില്ല. അത്രയ്ക്ക് വാശിയുണ്ട് കാർത്തികയ്ക്ക്.